എന്താണ് ഉടമ്പടി? ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലേ? നമ്മൾ ഇത്രയും ധ്യാനങ്ങളെല്ലാം കൂടിയിട്ടുണ്ടെങ്കിലും നിർണായകമായ വളരെ സുപ്രധാനമായ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ, ഇത് ഞാൻ കുറ്റം പറയാൻ വേണ്ടിയല്ല, അതൊന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് ഉടമ്പടി? ഇപ്പോൾ ഇവിടെ വിവാഹിതരായിട്ടുള്ള എത്ര പേരുണ്ട്? വെരി ഗുഡ്. ഒരുപാട് പേര് വിവാഹിതരാണ്. കത്തോലിക്ക വിവാഹം ഒരു ഉടമ്പടി ബന്ധമാണ്. ആണോ? ആണോ? അപ്പൊ എന്താ വിവാഹത്തിൽ എന്താ സംഭവിച്ചത്? ഓ, അത് മറ്റേ ഉടമ്പടി. ഇപ്പൊ പറയുന്നത് വിവാഹ ഉടമ്പടി. വിവാഹ ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞപ്പോ പെട്ടെന്ന് വിവാഹത്തിൽ ഒരു ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വിവാഹം കഴിക്കുന്നു. ഇപ്പൊ ചിലർ വിവാഹ ഇൻവിറ്റേഷനിൽ ഇങ്ങനെ ഇപ്പൊ ചിലർ ഇതാറുണ്ട്, ഇങ്ങനെ എൻ്റെ മകൻ ഇന്നാളുമായിട്ട് വിവാഹം കഴിക്കണം. They are entering into a holy covenant of matrimony. A holy covenant, ഒരു വിശുദ്ധ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണല്ലോ. കൈവീശിയെ അപ്പൊ വിവാഹ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ വരൻ ഞാൻ എൻ്റെ ജീവൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു, അവളുടെ ജീവൻ എനിക്ക് നൽകുന്നു. ഈ രണ്ട് ജീവനും ക്രിസ്തുവിൽ ഒന്നാകുന്നു. ഇനി ഞങ്ങൾക്ക് ഇതൊരിക്കലും അകറ്റുക സാധ്യമല്ല. വാസ്തവത്തിൽ അങ്ങനെയാണ് ഇപ്പൊ നമ്മളിലെ ആ രണ്ട് ജീവൻ അവിടെ ഒന്നായിരിക്കുന്നു. രണ്ട് ജീവൻ ഒന്നായിരിക്കുന്നു. ഇറ്റ് ഈസ് മിങ്കിൾഡ് വിത്ത് വൺ അനദർ. പുരുഷൻ സ്ത്രീയുമായിട്ട് ഒന്നായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇനി നിങ്ങൾ രണ്ടല്ല, ഇനി നിങ്ങൾ ഒന്നാണ്. കർത്താവിന്റെ മാത്തമാറ്റിക്സിന്റെ പ്രത്യേകത ഏതല്ല? 1+1. നമ്മളുടെ മാത്തമാറ്റിക്സ് എന്താ പറയുന്നത്? 1+1 = 2. നമ്മൾ 1 1 2 എന്ന് പറയുന്നു. എന്നാൽ കർത്താവ് പറയുന്നത് 1 1 വലിയൊരൊന്നാണ്. 1 1 കൂടി ചേർന്നാൽ വലിയൊരൊന്നാണ്. അപ്പോ ഇത് ഉടമ്പടി ബന്ധം. അതുകൊണ്ട് നമ്മളുടെ ജീവിതകാലത്ത് നമ്മൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് അകലുക സാധ്യമല്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ വിവാഹമോചനമില്ല, ഡൈവേഴ്സ് ഇല്ല. വാസ്തവത്തിൽ ആളുകൾ ഡൈവേഴ്സ് എന്ന് പറയും, പക്ഷെ there is no divorce. അതിനെക്കുറിച്ച് 1340 കിട്ടും. വിവാഹ ഉടമ്പടിയെ കുറിച്ചാണ്. വിവാഹബന്ധം ദൈവത്താൽ തന്നെ സ്ഥാപിതമാണ്. അതിനാൽ മാമോദീസ സ്വീകരിച്ച 2 വ്യക്തികൾ തമ്മിൽ നടത്തിയതും പൂർണ്ണതയിൽ എത്തിച്ചതുമായ വിവാഹം ഒരിക്കലും വേർപെടുത്താൻ പാടില്ല. ദമ്പതികളുടെ സ്വതന്ത്രമായ മാനുഷിക പ്രവൃത്തിയിലും വിവാഹത്തെ പൂർണ്ണമാകുന്ന സംയോഗത്തിലും നിന്ന് സംജാതമാകുന്ന ഈ ബന്ധം അസാധുവാക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാകുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത ഉറപ്പു നൽകുന്ന ഒരു ഉടമ്പടി അതിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ദൈവിക ജ്ഞാനത്തിന്റെ ഈ നിശ്ചയത്തിനെതിരായി വിധിക്കുവാൻ സഭയ്ക്ക് അധികാരമില്ല. അവസാനം വായിച്ചിരിക്കുന്ന സഭയ്ക്ക് ഇതിലൊരു അധികാരമില്ല. എന്തിന്? ഈ
ദൈവം യോജിപ്പിച്ച അവരെ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് കയറി അവരെ അകറ്റാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ നിശ്ചയത്തിന് എതിരായി വിധിക്കാൻ സഭയ്ക്ക് അധികാരമില്ല. സഭയുടെ പരമാധികാരത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കി, വിവാഹ ബന്ധം, ആ ക്രൈസ്തവ വിവാഹം